السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. അത് ചെറിയൊരു വിഷയമുണ്ട്, ഒരു മിനിറ്റ്. ചെറിയൊരു ക്യാമറ ഇഷ്യൂ ഉണ്ടായിരുന്നു, ടോട്ടൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഫിയ കുറച്ച് നേരത്തെ എത്തിയല്ലേ അല്ലേ? അല്ല, ആരെങ്കിലും വന്നെങ്കിൽ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റ് കാത്തുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മുടെ ഹദീസ് ക്ലാസിന്റെ 3-ാമത്തെ ദിവസത്തിലേക്കാണ് നാം കടന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ കൃപാകാരുണ്യം കൊണ്ട് ആദ്യത്തെ 2 ദിവസം നാം ഏതൊരു കാര്യത്തിന്റെയും ആരംഭത്തിൽ ഉണ്ടാവേണ്ടതായ നിയ്യത്തിനെ കുറിച്ച് സംസാരിച്ചു. നിയ്യത്തിനെ കുറിച്ചുള്ള ഹദീസുകൾ പറഞ്ഞു. നിയ്യത്തിന്റെ പ്രാധാന്യത, ഇസ്ലാമിൽ നിയ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നാം പറഞ്ഞു. 2-ാമത്തെ ദിവസം നാം തെറ്റുകളിൽ നിന്ന് മുക്തമാകുന്നതിനെ കുറിച്ച് സംസാരിച്ചു. നമുക്ക് മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും തെറ്റുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നിരന്തരമായി അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കുക, ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പിന്നെയും ഖേദിച്ചു മടങ്ങുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ ദൗത്യം എന്നുള്ളത്. അൽഹംദുലില്ലാ, അങ്ങനെ 2 ദിവസം നമ്മുടെ ഹദീസ് ക്ലാസ് കഴിഞ്ഞ് പിന്നിട്ടിരിക്കുന്നു. 3-ാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് ഈ 2 ദിവസങ്ങളിൽ നാം സംസാരിച്ചതിനോട് ഇന്റർകണക്റ്റഡ് ആവുന്ന വേറെ ഒരു വിഷയത്തെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ഇഖ്ലാസ്, ആത്മാർത്ഥതയെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കുന്ന അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ നാം ആദ്യത്തെ ദിവസം നിയ്യത്തിനെ കുറിച്ച് സംസാരിച്ചു, ഉദ്ദേശശുദ്ധിയെ കുറിച്ച് സംസാരിച്ചു. ഏതൊരാളുടെയും ഉദ്ദേശം എന്താണോ, ലക്ഷ്യം എന്താണോ, ഏതൊരു കാര്യം ചെയ്യുന്നതിലും, എന്ത് പ്രവർത്തനം ചെയ്യുന്നതാവട്ടെ, എന്ത് പ്രവർത്തനം എന്നുള്ളതല്ല, ആ പ്രവർത്തനം അവൻ എന്ത് ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്, അവിടേക്കാണ് പടച്ചവന്റെ നോട്ടം. അപ്പൊ അതിനനുസരിച്ചായിരിക്കും അതിനുള്ള പ്രതിഫലം ലഭിക്കുക എന്ന് നാം സംസാരിച്ചു. അപ്പോ അതിനുശേഷം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിൽ പോകുന്ന അപാകതകൾ സ്വാഭാവികമായിട്ടും മനുഷ്യനായത് കൊണ്ടുണ്ടാകും. അപ്പൊ അതിൽ നിന്ന് നാം പടച്ചവനോട് പാപമോചനത്തെ തേടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. മൂന്നാമത്തെ ദിവസമായ ഇന്ന് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമത ഉണ്ടാവണമെങ്കിൽ,
അതിലൊക്കെ ആത്മാർത്ഥത ഉണ്ടാകണം. ഏതൊരു കാര്യമാവണമെങ്കിലും അതിന്റെ പരിപൂർണതയിലേക്ക് എത്തണമെങ്കിൽ ആ കാര്യത്തിന് നാം ചെയ്യുന്ന ഏതൊരു കാര്യവും അതിന്റെ പരിപൂർണതയിൽ എത്തണമെങ്കിൽ ചെയ്യുന്ന കാര്യത്തിനോട് നമുക്ക് സിൻസിയറിറ്റി ഉണ്ടാവും, ആത്മാർത്ഥത ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഹദീസിലേക്ക് കടക്കാം. നാം ആദ്യത്തെ ദിവസം പറഞ്ഞു റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവ എന്ന് പറഞ്ഞ് അങ്ങനെ ഹിജ്റ ആരെങ്കിലും അങ്ങനെ ഒരു ഹദീസ് പറഞ്ഞാൽ, അപ്പൊ ഏതൊരു പ്രവർത്തനത്തിന്റെയും നോട്ടം എന്നുള്ളത് അവന്റെ നീയത്തിലേക്കാണ്, അവന്റെ ഉദ്ദേശത്തിലേക്കാണ്. ഇന്ന് നാം പറയാൻ പോകുന്നത് ആത്മാർത്ഥതയെ കുറിച്ചാണ്, ഇഖ്ലാസിനെ കുറിച്ചാണ്. അൽ ഇഖ്ലാസു ഫിൽ അമൽ, ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടാവുക എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തഗി ബിഹി വജ്ഹു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുകയില്ല ഇല്ലാ മാ കാന ലഹു ഖാലിസൻ, അതിൽ ആത്മാർത്ഥതയില്ലാതെയുള്ള ഒരു പ്രവർത്തനത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. വബ്തഗി ബിഹി വജ്ഹു, ഏതൊരു പ്രവർത്തനവും ഏതൊരു മനുഷ്യൻ അടിമ ചെയ്യുന്നുവോ അത് അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതൊഴിച്ച് മറ്റേത് പ്രവർത്തനത്തിനും അള്ളാഹുവിങ്കിൽ നിന്ന് സ്വീകാര്യത ഉണ്ടാവുകയില്ല എന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നാം ചെയ്യുന്ന, അപ്പോ ഈ ഒരു ഹദീസ് വ്യക്തമാവാൻ വേണ്ടി മറ്റൊരു ഹദീസ് കൂടി നമുക്ക് ഓതാം. ലോകമാന്യം. റിആഇനെ നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് അശ്ശിർക്കുൽ അസ്ഗർ എന്നാണ്. ശ്രദ്ധിക്കണേ. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറയുകയാണ്, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് കാര്യം അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കിനെയാണ് നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നു, വമശ്ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, ഓ പ്രവാചകരെ, എന്താണ് ഷിർക്കുൽ അസ്ഗർ, എന്താണ് ചെറിയ കൂട്ടുചേർക്കൽ ഷിർക്ക് എന്ന് പ്രവാചകരോട് സഹാബാക്കൾ ചോദിക്കുമ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർരിയാ, ലോകമാന്യമാണ് ഷിർക്കുൽ അസ്ഗർ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിനോട് കൂടി ഇത് നമുക്ക് കൂട്ടി വായിക്കാം. ഏത് ചെയ്യുന്ന ഒരു കാര്യവും സ്വീകാര്യമാകണമെങ്കിൽ അതിൽ ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം, അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഏതൊരു പ്രവർത്തനവും ചെയ്യേണ്ടതെന്ന് തങ്ങൾ പഠിപ്പിച്ചു തന്നു. കാരണം നാം മനുഷ്യരാകുമ്പോൾ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നും സ്വാഭാവികമായി ഉണ്ടായി പോകുന്നതാണ് റിആ എന്ന് പറയുന്ന കാര്യം. ലോകമാന്യത, വളരെയേറെ നന്മകളുണ്ട്. നാം ആദ്യത്തെ ദിവസം ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചു. ഓരോ മനുഷ്യനും ജീവിക്കുന്നത് ഏതൊരു കാര്യത്തിലും നല്ലത് ലഭിക്കാൻ വേണ്ടിയാണ് ഓരോ ആൾക്കാരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ദീനുൽ ഇസ്ലാം മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരും പരിശ്രമിക്കുന്നത് നമ്മുടെ സ്വഭാവത്തെ, മനുഷ്യൻ എന്ന നമ്മുടെ സ്ഥാനത്തെ നന്നാക്കാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പെരുമാറ്റത്തെ, മറ്റുള്ളവരോടുമായുള്ള നമ്മുടെ സഹവാസത്തെയൊക്കെ നന്നാക്കാനാണ് നാം ശ്രമിക്കുന്നത്. അങ്ങനെ നന്മ നാം ചെയ്യുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നും അറിയാതെ ഉണ്ടായി പോകാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് റിആ എന്ന് പറയുന്നത്. മറ്റുള്ളവർ കാണാൻ വേണ്ടി നാം അത് ചെയ്തു പോവുക. സ്വാഭാവികമായിട്ടും നന്മ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഏറെ പ്രതീക്ഷിക്കുന്നത് നന്മയാണ്, ഏറെ ഇഷ്ടപ്പെടുന്നത് നന്മയാണ്. സ്വാഭാവികമായും നന്മ ചെയ്യുന്ന സമയത്ത് പ്രോത്സാഹനം ഉണ്ടാകും. എന്നാൽ ആ ചെറു പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം മാറിപ്പോകാതിരിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കേണ്ടത്.
നാം ജാഗരൂകരാവേണ്ടതുണ്ട്. അപ്പോ അതുകൊണ്ടാണ് നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇഖ്ലാസ് വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം നാം പല അമലുകളും ചെയ്യുന്നുണ്ടാകും, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും. എന്നാൽ ഓരോ സമയത്തും നാം നമ്മുടെ ഹൃദയത്തെ സംസ്കരിച്ചു കൊണ്ടിരിക്കുക, വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുക. ആളുകളെ കാണുമ്പോഴാണോ നമുക്ക് പ്രവർത്തനം ചെയ്യാൻ തോന്നുന്നത് എങ്കിൽ ആ ഒരു മനസ്ഥിതിയെ മാറ്റിയെടുക്കുക. ഇപ്പോ ഉദാഹരണത്തിന് നാം ഒറ്റക്കാകുന്ന സമയത്ത് നാം അമലുകൾ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതേ സമയത്ത് നാം പല ആളുകൾ ഇപ്പൊ വീട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് ഉദാഹരണത്തിന് ഗുഹ നിസ്കരിച്ചിട്ട് പല ആളുകൾ ഉണ്ടായത് കൊണ്ട് നാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ നന്മ ചെയ്യാൻ ഒരു തോന്നൽ വരുന്നു. എന്നിട്ട് നാം നിസ്കരിക്കുന്നു, ആളുകൾ ഉണ്ടായത് കൊണ്ട്. ആ സമയത്ത് അങ്ങനെ ഒരു ചിന്ത വന്നതിനെ മാറ്റി ആത്മാർത്ഥമായി നിസ്കരിക്കുക. അതിനുശേഷം ഒറ്റക്കാകുമ്പോഴും നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കുക. അങ്ങനെയാണ് അതിനെ മാറ്റിയെടുക്കേണ്ടത്. ആ ഒരു ചിന്തയെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു തോട്ട് വരാം. ആ സമയത്ത് പടച്ചോനെ, ഇത് ഞാൻ എന്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടാണ് ചെയ്യുന്നത് എന്ന ഒരു ബോധ്യത്തോടെ നാം ആ ഒരു ബോധ്യത്തിലേക്ക്, ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ നമുക്ക് ഇഖ്ലാസിനെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ നമ്മുടെ ഇബാദത്തുകളിലൊക്കെ മർമ്മപ്രധാനമായി വരേണ്ട ഒരു കാര്യമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. നിസ്കാരങ്ങളിലും ചെയ്യുന്നുള്ളത്. എന്നാൽ അതിന് പുറമെ നാം ഇസ്ലാമികമായി കാണാതെയുള്ള പല പ്രവർത്തനങ്ങളും ഉണ്ടാകും. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും, അതായത് നാം നമ്മുടെ ജോലി, സമ്പാദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വഴി, അങ്ങനെ ജീവിതത്തിൽ മറ്റു പല മാർഗങ്ങളും ഉണ്ടാകുമല്ലോ. അതായത് ഇബാദത്തായിട്ട്, ദീനിൽ നിന്ന് ഇബാദത്തായിട്ട് നാം പൊതുവിൽ എണ്ണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അതൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ നീയത്തിനെ ആ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളെയും നമുക്ക് ഇബാദത്താക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് പാരന്റിങ്, ഇല്ലെങ്കിൽ ഭാര്യയോടുള്ള പെരുമാറ്റം, ഭർത്താവിനോടുള്ള പെരുമാറ്റം, അങ്ങനെ മറ്റു ഓരോ മനുഷ്യരോടുള്ള പെരുമാറ്റം, അതൊക്കെ നാം ഈ ഇഖ്ലാസിനെ കൂടെ മുറുകെ പിടിക്കുകയാണെങ്കിൽ, പടച്ചവന്റെ പ്രീതി കാംക്ഷിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ അടിമ എന്ന ഒരു തലത്തിലേക്ക് എത്തുകയാണെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ, ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ പ്രവർത്തനവും വളരെയേറെ ഭംഗിയുള്ളതായി മാറും. പടച്ചവന്റെ ഭാഗത്ത് നിന്നും നമുക്ക് കൂലി ലഭിക്കുകയും ചെയ്യും. അതിന് മാത്രമേ സ്വീകാര്യതയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഇബാദത്ത് ചെയ്യാനോ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവുക, ആത്മാർത്ഥതയോടെ ഉണ്ടാവുക. അപ്പോൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ആലോചിക്കുക, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി, അള്ളാഹുവിൽ നിന്ന് എനിക്ക് കൂലി ലഭിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നൊരു ഉദ്ദേശശുദ്ധി ഓരോ പ്രവർത്തനം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നാം കോൺഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ്. നാം പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്, നമുക്ക് ഓരോ കാര്യങ്ങളെയും നമുക്ക് ഇബാദത്താക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും ആലോചിച്ച് നീയത്ത് വെക്കുക, ഇഖ്ലാസ് ഉണ്ടാവുക, ഞാൻ പടച്ചോന് വേണ്ടി ഇത് ചെയ്യുന്നു എന്ന ആത്മാർത്ഥത ഉണ്ടാകുക. അങ്ങനെ നമ്മുടെ ജീവിതം മൊത്തത്തിൽ പടച്ചോനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഹദീസ് കൊണ്ടൊക്കെ നമുക്ക് പാഠം പഠിപ്പിച്ചു തരുന്നുള്ളത്. ഇനിയാണ് നാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രൂപങ്ങളിലേക്കോ നമ്മുടെ സമ്പാദ്യത്തിലേക്കോ ഒന്നും നോക്കുകയില്ല. സമ്പാദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ, പിന്നെ നാം ഈ ഭൂമിയിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, അല്ലാതെയുള്ള സാമ്പത്തിക നിലവാരം, അതൊന്നും അള്ളാഹു നോക്കുന്നില്ല. അതിനൊക്കെ പുറമെ നമ്മുടെയൊക്കെ ഹൃദയത്തിനെയും അതിൽ എത്രത്തോളം സിൻസിയറിറ്റി ഉണ്ട്, എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്, എത്രത്തോളം പടച്ചോനിൽ അധിഷ്ഠിതമായിട്ടാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്നൊക്കെയാണ് പടച്ചോൻ നോക്കുന്നത്. അപ്പോൾ നാം അത്
ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഒരു സംഭവം പറയാം. വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു ഫഖാല മാ അമിൽത ഫീഹാ. ആത്മാർത്ഥയായി സംബന്ധിച്ച് ഒരു ഹദീസ് പറയാം. വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു ഫഖാല മാ അമിൽത ഫീഹാ. ഒരാൾ അദ്ദേഹം ഇൽമ പഠിക്കുകയും അതിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മാ അമിൽത ഫീഹാ, നീ എന്തിലാണ് അത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅതു ഫീകൽ ഖുർആൻ, ഞാൻ ഇൽമ പഠിക്കുകയും ഖുർആൻ ഓതിക്കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നാൽ അദ്ദേഹത്തോട് പറയുകയാണ് ഖാല കദബ്ത, നീ കളവ് പറഞ്ഞിരിക്കുകയാണ്. വലാകിന്നക തഅല്ലംത ലിയുഖാല ആലിമൻ, നീ പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയല്ല പഠിച്ചത്, നീ ആലിം എന്ന് പറയപ്പെടാൻ വേണ്ടി, ഇൽമുള്ളവൻ എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് നീ പഠിച്ചത്. തുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹി ഹത്താ ഉൽകിയ ഫിന്നാർ, എന്നിട്ട് അദ്ദേഹത്തെ നരകത്തിൽ ഇടപെടാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയാണ് ചെയ്തത് എന്നത്. അപ്പോൾ നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം ആദ്യം നിയ്യത്തിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഉദ്ദേശശുദ്ധിയെ നന്നാക്കിയതിന് ശേഷവും നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ സമയത്തും നാം വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുക, നമ്മുടെ ഹൃദയത്തെ സംസ്കരിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു എന്ന ഉദ്ദേശം മാത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അതിന് നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരൊറ്റ സംഭവം കൂടി, ഈ ഇഖ്ലാസ് കൊണ്ട് ഉണ്ടാകുന്ന ഏറെ ഇഖ്ലാസ് കൊണ്ട് മാറ്റം വരുന്ന ഒരു സംഭവം കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലഹു മാ തുൻഫിഖു യമീനുഹു. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരു ആൾ അദ്ദേഹം സ്വതക്ക ചെയ്തു, ഫഅഖ്ഫാഹാ, അതിനെ മറച്ചു വെച്ചു, ഹത്താ ലാ തഅലമ ശിമാലഹു മാ തുൻഫിഖു യമീനുഹു, അദ്ദേഹത്തെ